നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതൊക്കെ കേട്ടിട്ട് സത്യത്തിൽ നിനക്ക് നല്ല തല്ലുവച്ചേരേണ്ടതാ. അല്ലെങ്കിൽ നിന്നെ മാത്രം പറയുന്നതിന് എന്റെ മോൻ അവനെ ശരിക്കും തല്ലേണ്ടത്. അയ്യോ അച്ഛാ, അഖിൽ സാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഈ കരാർ ഒപ്പിട്ടത് എന്റെ വിവാഹത്തിന് മുൻപാ. പിന്നെ ഈ അടുത്ത അഖിൽ സാർ ഇതൊക്കെ അറിയുന്നേ. അപ്പോ അവരോട് പ്രശ്നത്തിനൊക്കെ ഒരുങ്ങിയതാ. ഞാനും അച്ഛനും അമ്മയും ഒന്നിനും സമ്മതിക്കാഞ്ഞിട്ടാ. പിന്നെ അഖിൽ സാർ എന്നെ കൊണ്ട് കൃഷ്ണ തുളസി എന്നുള്ള പേരില് സ്വന്തമായിട്ട് പാടിപ്പിക്കാൻ ശ്രമിച്ചതാ. പക്ഷേ ഇടയ്ക്കെന്റെ ശബ്ദം പോയതിന്റെ പേരില് അത് നടന്നില്ല. സത്യത്തില് ഇതിന്റെയൊക്കെ പ്രധാന കാരണം ഞാൻ തന്നെയാ. എന്നാലും എനിക്ക് മനസ്സിലാകാത്തതാ, ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന ഇത്രയും നല്ലൊരു ശബ്ദം. അത് മറ്റൊരാൾക്ക് പണയം വെക്കുകയെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛാ, അന്ന് ഞങ്ങളുടെ അവസ്ഥ അതായിരുന്നു. അപ്പുവിന്റെ ജീവൻ അതായിരുന്നു ഞങ്ങൾക്ക് അന്ന് വലുത്. ഓക്കെ സമ്മതിച്ചു. എന്തായാലും കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇനി മുന്നോട്ട് എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. ആ അരുന്ധതിയുടെ കടം ഞാൻ വീട്ടാം. എന്നുവെച്ചാ പൊട്ട എഗ്രിമെന്റ് ഞാൻ പിൻവലിപ്പിക്കാം. എന്താ? അങ്ങനെ ദൈവം തന്ന നിന്റെ ശബ്ദം വെച്ച് വിസ്മയ സ്റ്റാർ ആകട്ടെ. അത് ഇനി ഞാൻ സമ്മതിക്കില്ല. അരുന്ധതി വിളിക്ക്, എവിടെ ഉണ്ടോ ചോദിക്കേ. ഇനി താമസിപ്പിക്കണ്ട. ഇപ്പൊ തന്നെ നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അച്ഛാ, സാറേ ഒന്നും തോന്നരുത്. അത് ഞങ്ങളായിട്ടുണ്ടാക്കിയ കടവ. ഞങ്ങൾ തന്നെ തീർത്തോളാം. ഇവിടെ ശ്യാമയുടെ കാര്യത്തിൽ ഞാനൊന്നും നീയൊന്നും നോക്കണ്ട. ഞാൻ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് പറയാ. സാറ് തെറ്റിദ്ധരിക്കരുത്. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമാണ്. സാറ് മറിച്ചൊന്നും വിചാരിക്കില്ലേ. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഇന്നു മുതൽ ശ്യാമ മറ്റാർക്കും വേണ്ടി പാടുന്നില്ല. ഇനി ശ്യാമ പാടുന്നത് ശ്യാമയ്ക്ക് വേണ്ടി മാത്രം. അത് മതി. എന്ന് പറഞ്ഞാൽ ശ്യാമയുടെ ശബ്ദം ശ്യാമയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മനസ്സിലായോ? ശരി അച്ഛാ. പിന്നെ എന്നാൽ ഞാൻ ഇറങ്ങിയ അഖിയെ കൂടെ ഒന്ന് കാണണം. അയ്യോ അച്ഛൻ, ഞാൻ പറഞ്ഞില്ലേ സാർ ഇതിനൊന്നും തെറ്റുകാരനല്ല. അത് ഞാൻ അവനോട് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അച്ഛാ, മോളെ, നിന്റെ അഖിയുടെ വെഡിങ് ആനിവേഴ്സറി നമുക്ക് അവിടെ നമ്മുടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാം. അച്ഛാ, അതെങ്ങനെ ശരിയാവും? അമ്മ. ആ ടെൻഷനൊന്നും നീയും അഖി തലയെ വലിച്ച് കേട്ടണ്ട. വസുവിനെ സമ്മതിപ്പിക്കാൻ എനിക്കറിയാം. എന്നാലും അച്ഛൻ അത് ഒരെന്നാലും ഇല്ല, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ആ പിന്നെ അന്ന് ആ ഫംഗ്ഷനിൽ വെച്ച് ഞാൻ വലിയൊരു പ്രഖ്യാപനം നടത്താൻ പോവുക. എല്ലാവരും, പ്രത്യേകിച്ച് വസു പോലും ഞെട്ടിപ്പോകുന്ന ഒരു പ്രഖ്യാപനം. മികച്ച ഒരു ഗായികയാണ് ശ്യാമയൻ. അന്ന് മുതൽ വസുവിന് മോളോട് സ്നേഹം മാത്രമല്ല, ആരാധനയും തുടങ്ങും. നോക്കിക്കോ. എന്റെ മോൾക്ക് വേണ്ടി ഈ അമ്മ എന്തും ചെയ്യും. എന്തും. എനിക്കറിയാം അതിനെന്താ വേണ്ടതെന്ന്. ഇനി ഒരാളെ കൊല്ലേണ്ടി വന്നാലും ഞാനത് നടത്തിയിരിക്കും. നോക്കിക്കോ.
മോന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അങ്ങനെ ഒന്ന് കാണാൻ വന്നതാണ്. അച്ഛനെന്നെ കളിയാക്കിയതാണല്ലേ? കളിയാക്കാനോ? എന്തിന്? ഈ പച്ചക്കറി കട നടത്തുന്നതിനോ? കോട്ടും സൂട്ടും കാറും ഓഫീസുമായി നടന്ന എനിക്ക് ഇങ്ങനെ കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടായല്ലോ. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. എന്ത് ജോലി ചെയ്യുന്നു എന്നതിലല്ല കാര്യം, അതെങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അതിനോടുള്ള സ്നേഹം, ആത്മാർത്ഥത, അർപ്പണബോധം, അതാ പ്രധാനം. ഈ പറഞ്ഞ ക്വാളിറ്റികളെല്ലാം എന്റെ മോനുണ്ട്. അച്ഛനെന്ന നിലയിൽ എനിക്കതിൽ അഭിമാനമുണ്ട്. മതിയച്ച, അച്ഛൻ്റെ ഈ വാക്കുകൾ അത് മാത്രം മതി. എനിക്ക് ഇനിയും ഇനിയും മുന്നോട്ട് പോവാൻ. ആ, ഞാൻ ഇന്നൊരു ഫംഗ്ഷന് പോയിട്ട് വരിക. അവിടെ വലിയൊരു അത്ഭുതം നടന്നു. അത്ഭുതം? എന്തത്ഭുതം? ഞാൻ ഫംഗ്ഷനെ കുറിച്ച് ലേറ്റ് ആയിട്ടാ ചെന്നു. അപ്പോ ഒരു പെൺകുട്ടി നിന്ന് പാടുകയാ. എന്താ ഒരു ശബ്ദം, എന്താ ഒരു ഭാവം. ആ പാട്ടുകാരി ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. എന്നിട്ടെന്താ, പാട്ട് തീർന്നപ്പോൾ ഞാൻ അറിയാതെ ഞാൻ കൈയടിച്ചു പോയി. പിന്നെ അവിടെ ശരിക്കും കരഘോഷമായിരുന്നു. ഞാൻ നേരെ ആ പാട്ടുകാരി കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവളെ തോളിൽ കൈവച്ച് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, വളരെ അഭിമാനത്തോടെ പറഞ്ഞു, ഇവൾ എന്റെ മകന്റെ ഭാര്യയാണെന്ന്, എന്റെ മകളാണെന്ന്. അങ്ങനെ എന്റെ അഖിമോൻ അച്ഛൻ പോലും അറിയാതെ കാത്തു സൂക്ഷിച്ച രഹസ്യം ഒടുവിൽ ഞാൻ കണ്ടെത്തി. അച്ഛാ, അത് ഞാൻ ഒന്നും പറയണ്ട. എടാ, നമ്മുടെ ശ്യാമ ഇത്ര നന്നായിട്ട് പാടുമെന്ന് ഞാനും കൂടെ അറിയേണ്ടതായിരുന്നു. അച്ഛാ, അതിനിടയ്ക്ക് ചില ഇഷ്യൂസ് ഉണ്ടായി. അതാ ഞാൻ അച്ഛനോട് പറയാതിരുന്ന. വേണ്ട, ഇനി വിശദീകരിക്കൊന്നും വേണ്ട. എല്ലാ ഇഷ്യൂസും എനിക്കറിയാം. ഞാൻ ശ്യാമയുടെ അച്ഛനും അമ്മയും കണ്ട് സംസാരിച്ചിട്ട് വരിക. എടാ, ഇക്കാര്യത്തിൽ ഞാൻ തെറ്റി പറയുന്ന അവരെയല്ല, നിന്നെയാ. നീ ഇത് അറിഞ്ഞ നിമിഷം ഇതിനെല്ലാം ഒരു തീർപ്പുണ്ടാക്കണമായിരുന്നു. അത് നിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. എന്തായാലും ഇതുവരെ നടന്നു. ഇനിയും ആ ഫൂളിഷ് അഗ്രിമെന്റിന്റെ പേരിൽ ശ്യാമയുടെ ഭാവി നശിപ്പിക്കരുത്. ഇനിയെങ്കിലും അവൾ ലോകമറിയുന്ന പാട്ടുകാരിയാവണം. അതിനു വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീ അത് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.